പുനലൂർ നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ വീണ്ടും സംഘർഷവും ബഹളവും. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് മിനി മാസ്റ്റ് തെരുവുവിളക്കുകൾ സ്ഥാപിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റം ബഹളത്തിൽ കലാശിച്ചത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സാങ്കേതിക അനുമതി ലഭിച്ച 14 മിനി മാസ്റ്റ് തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്ന വാർഡുകൾ നിശ്ചയിക്കുന്ന വിഷയം പരിഗണനയ്ക്ക് വന്നപ്പോഴായിരുന്നു തർക്കങ്ങൾ ആരംഭിച്ചത്. 14 ഗുണഭോക്തൃ വാർഡുകളും ഇടതുപക്ഷ വാർഡുകൾ മാത്രമായി നിശ്ചയിക്കുന്ന പട്ടിക ചെയർപേഴ്സൺ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നഗരസഭാ പരിധിയിൽ 24 മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു. അന്ന് സ്ഥാപിച്ച വാർഡുകളെ ഒഴിവാക്കി മറ്റു വാർഡുകളിൽ സ്ഥാപിക്കാൻ തീരുമാനമെടുക്കണമെന്നും അതല്ലെങ്കിൽ പട്ടണ പ്രദേശങ്ങളിൽ പ്രധാന ജംഗ്ഷനുകളിലെല്ലാം ലൈറ്റുകൾ സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറ്റണമെന്നും UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വിവേചനരഹിതമായി പെരുമാറണമെന്നും രാഷ്ട്രീയം നോക്കാതെ വാർഡുകൾ നിർണ്ണയിക്കണമെന്നും ചെയർപേഴ്സണോട് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ച് ഇടതു വാർഡുകൾ മാത്രമായി ലൈറ്റുകൾ സ്ഥാപിക്കുന്ന വിഷയം തീരുമാനിക്കുകയാണെന്ന് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചതോടെ പ്രകോപിതരായ UDF അംഗങ്ങൾ നടുത്തളത്തിലേക്കിറങ്ങി ചെയർപേഴ്സണുമായും ഇടത് കൗൺസിലർമാരുമായും നടത്തിയ വാക്കേറ്റം സംഘർഷത്തിന്റെ വക്കിലെത്തി. തങ്ങൾ ഓടിളക്കി വന്നവരല്ലെന്നും ഈ ഭരണസമിതി കാലത്ത് ആകെയുള്ള ഒരേയൊരു പ്രയോജനമായ തെരുവുവിളക്കുകൾ തങ്ങൾക്ക് കൂടി ലഭ്യമാക്കണമെന്നും UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. യോഗം തുടർന്ന് നടക്കാനാകാത്ത വിധം മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷാംഗങ്ങൾ നിലയുറപ്പിച്ചതോടെ ചെയർപേഴ്സൺ മറ്റ് അജണ്ടകളെല്ലാം പാസാക്കിയെന്ന് അറിയിച്ചുകൊണ്ട് യോഗം പിരിഞ്ഞതായി അറിയിച്ചു. Thank you.
തുടർന്ന് UDF കൗൺസിൽ അംഗങ്ങൾ പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നഗരസഭയിൽ നടന്ന കൊടിയ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവന്നതിന്റെ വൈരാഗ്യം തീർക്കുന്നതിനായി UDF വാർഡുകളിൽ മിനി മാസ്റ്റ് ലൈറ്റുകൾ നൽകാതിരിക്കുകയാണെന്നും ഇത് അല്പത്തരമാണെന്നും രാഷ്ട്രീയ വിവേചനം പദ്ധതി നിർവഹണത്തിൽ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് പുനലൂർ നഗരസഭയിൽ നടക്കുന്നതെന്നും നിയമപോരാട്ടം നടത്തിയിട്ടായാലും തങ്ങളുടെ വാർഡുകളിൽ വെളിച്ചമെത്തിക്കാൻ ആകും വിധമെല്ലാം ചെയ്യുമെന്നും UDF പാർലമെന്ററി പാർട്ടി ലീഡർ G. ജയപ്രകാശ് നഗരസഭയിൽ ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലോ മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ എന്ന വിഷയം കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വന്നപ്പോൾ 14 ലൈറ്റുകളാണ് ഇപ്പോൾ സ്ഥാപിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത്. ആ 14 ലൈറ്റുകൾ ഏതൊക്കെ വാർഡുകളിൽ സ്ഥാപിക്കണം എന്നത് സംബന്ധിച്ച് ചർച്ച നടന്നപ്പോൾ UDF കൗൺസിലർമാർ രണ്ട് അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അത് ഒന്ന്, പട്ടണത്തിൽ നമ്മുടെ കോളേജ് ജംഗ്ഷൻ മുതൽ പ്ലാച്ചേരി വരെ പോകുന്ന മെയിൻ റോഡിലും പ്രധാന ജംഗ്ഷനുകളിലൊക്കെ ഈ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും, അതല്ല വാർഡുകളിലാണ് ഇത് സ്ഥാപിക്കുന്നതെങ്കിൽ തൊട്ടു മുൻപുണ്ടായിരുന്ന ഭരണസമിതി അന്ന് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24 ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ആ വാർഡുകൾ ഒഴിവാക്കി മറ്റ് വാർഡുകളിലെല്ലാം ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന് ഒരാവശ്യം വെച്ചു. കാരണം ഇത് പൊതുജനങ്ങളുടെ പണമാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന പണമൊന്നുമല്ല. ഇവിടെ നഗരസഭയുടെ ഭരണാധികാരികളുടെ ഒന്നും വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പണമല്ല. പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് പ്രയോജനം ഉണ്ടാകണം. എന്നാൽ ഭരണസമിതിക്കാർ അവർ ധാർഷ്ട്യത്തോടെ ധിക്കാരത്തോടു കൂടി ഒരു തീരുമാനമെടുത്തത് 14 ഇടതുപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിൽ മാത്രം ഈ ലൈറ്റുകൾ ഞങ്ങൾ സ്ഥാപിക്കുമെന്നും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചെയ്യേ എന്നാണ് അവർ മറുപടി പറഞ്ഞത്. അതേ തുടർന്നാണ് ഞങ്ങൾ പ്രതിഷേധം നടത്തിയത്. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ദീർഘകാലമായി അഴിമതിയുടെ പ്രതിരൂപമായി ഒരു ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വോട്ട് ചെയ്ത് ഈ ഭരണമുന്നണിയെ അധികാരത്തിലേറ്റിയ പുനലൂർ നഗരസഭയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇന്ന് നഗരസഭ കൗൺസിലിൽ നടന്നത്. ഈ പട്ടണത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് 14 ലോ മാസ്റ്റ് ലൈറ്റുകൾ ഈ പ്രോജക്റ്റിൽ ഇടം പിടിച്ചത്. എന്നാൽ ഈ പട്ടണത്തിൽ സ്ഥാപിക്കുന്നതിന് പകരം ഇത് LDFിൻ്റെ കൗൺസിലർമാർക്ക് മാത്രം നൽകി പുനലൂരിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയും ആണ് ഇന്നത്തെ ഭരണമുന്നണി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലയളവിൽ പുനലൂർ പട്ടണത്തിൽ എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളിലും ഉയർന്ന നിലവാരത്തിലുള്ള LED സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു. അത് മുഴുവൻ കേട് സംഭവിച്ചു. അതിൻ്റെ താഴെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാധാ ബൾബുകളാണ് ഇന്ന് ഈ പട്ടണത്തിൽ ഉടനീളം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ കാരണത്താൽ ഞങ്ങൾ UDFിൻ്റെ കൗൺസിലർമാർ ഒന്നടങ്കം പറഞ്ഞു, ഇത് പുനലൂർ പട്ടണത്തിൻ്റെ ഹൈവേ സൈഡുകളിൽ, മാർക്കറ്റ്, അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് കൗൺസിലിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണോട് ആവശ്യപ്പെട്ടു. എന്നാൽ പുനലൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ എന്ന നിലവാരത്തിൽ നിന്ന് താഴ്ന്ന് ആരം പുന്നയുടെ ചെയർപേഴ്സണായി മാറി എന്നുള്ള വസ്തുതയാണ് ഇന്ന് കൗൺസിൽ അരങ്ങേറിയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കൗൺസിലിൽ ഉണ്ടായ ചില വിഷയങ്ങളോട് പരാമർശിക്കുന്നു. ഇത് മാത്രമല്ല, ഇന്നലെ ഈ പുനലൂർ നഗരസഭയുടെ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിയെ പറ്റിയുള്ള വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. ഒരു വർക്കിംഗ് ഗ്രൂപ്പ് സംവിധാനം അത് പ്രാവർത്തികമാകുമ്പം അത് നിലവിലുള്ള സാമ്പത്തിക വർഷം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ എന്തെല്ലാം അതിൻ്റെ അവലോകനം നടത്തി അതിൻ്റെ അനുബന്ധമായിട്ടാണ് അടുത്ത വർഷത്തെ വാർഷിക പദ്ധതിയെക്കുറിച്ച് ശുപാർശ ചെയ്യേണ്ടുന്നതും നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ നടപ്പ് സാമ്പത്തിക വർഷം വെച്ചിട്ടുള്ള പദ്ധതികൾ ഒരെണ്ണം പോലും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. ഉത്പാദന മേഖലയിൽ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല, കാർഷിക മേഖലയിൽ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല, മൃഗസംരക്ഷണ മേഖലയിൽ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. പട്ടികജാതി മേഖലയിൽ പോലും അത് വളരെ സീരിയസ് ആയിട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികൾ ആകെ 3 പ്രോജക്റ്റേ ഉള്ളൂ. അതിലൊന്ന് ഈ സ്കോളർഷിപ്പ് വിതരണം, 2 ലാപ്ടോപ്പ് വിതരണം, 3
അല്ലല്ലോ, ഒരു പ്രോജക്റ്റും ഉണ്ട്. അപ്പൊ ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. അപ്പൊ അതിന്റെ പ്രാരംഭ നടപടി പോലും തുടങ്ങിയിട്ടില്ല. തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിളക്കുടി പഞ്ചായത്തിൽ പോലും മെനഞ്ഞാന്ന് അവിടെ ഈ കഴിഞ്ഞ ശനിയാഴ്ച അവിടെ വയോജനങ്ങളുടെ കട്ടിൽ വിതരണം, ഈ വർഷത്തെ വാർഷിക പദ്ധതിയാ, അവിടെ വിതരണം നടന്നു. വലിയ വാർത്തയായി, ജനങ്ങളുടെ അംഗീകാരം കിട്ടി. ഈ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല. കൗൺസിലർമാരായ എൻ സുന്ദരേശൻ, സാബു അലക്സ്, സ്ഥിരസമിതി അധ്യക്ഷ കെ കനകമ്മ, മുൻ ചെയർപേഴ്സൺ ബീന സാമുവേൽ, എസ് പൊടിയൻപിള്ള, കെ ബിജു, എം പി റഷീദ് കുട്ടി, ബിപിൻ കുമാർ, ഷഫീല ഷാജഹാൻ, നിർമ്മല സത്യൻ, ഷെബി എസ് അസീസ്, ജ്യോതി സന്തോഷ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.